ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്ത് വരികയല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഹോം മെയ്ഡ് ചോക്ലേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് പ്ലെയിനായി പൊടിച്ചെടുത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഡാർക്ക് ആണെങ്കിൽ 1 ടേബിൾ സ്പൂണും ലൈറ്റ് ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലൈറ്റ് കൊക്കോ പൗഡറാണ്, അതുകൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി അരിച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സ് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, കോമ്പൗണ്ട് വെച്ച് ചെയ്യുന്ന ചോക്ലേറ്റിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല ഈ ഒരു ചോക്ലേറ്റിന്. എന്നാലും ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് കഴിക്കാം. എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എന്നാലും അത്ര മോശം എന്ന് പറയാനും പറ്റില്ല. പിന്നെ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഈ ചോക്ലേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ആവി വരുന്ന പരുവാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുക്കിംഗ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണ് ഷുഗർ എടുത്തത്, 1/4 കപ്പ്, അപ്പോൾ അതേ അളവിൽ തന്നെ കുക്കിംഗ് ബട്ടറും ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കിംഗ് ബട്ടറിന് പകരം കൊക്കോ ബട്ടറോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മെൽറ്റ് ആയതിന് ശേഷം നമ്മുടെ ഈ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്, കട്ട കുത്തി പോകും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ കോമ്പൗണ്ട് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ എഴുതി അറിയിക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചോക്ലേറ്റ് പുറത്ത് വെച്ചാൽ മെൽറ്റായി പോകും. കോമ്പൗണ്ട് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് പുറത്ത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം, അത് മെൽറ്റായി പോവില്ല. പക്ഷേ ഈ ചോക്ലേറ്റ് മെൽറ്റായി പോകും. ഇതെപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുറേശ്ശെയായിട്ട് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 30 മിനിറ്റ് നമുക്ക് ചോക്ലേറ്റ് സെറ്റായി കിട്ടാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. അപ്പോൾ ഒന്നും കൂടി പറയട്ടെ, നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.